വിഷുദിനം ആഘോഷിക്കുന്ന താരങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. പ്രിയപ്പെട്ടവർക്കൊപ്പം വിഷുദിനം ആഘോഷിക്കുകയാണ് നടി മഞ്ജു വാര്യർ. താരം ഫോട്ടോകൾ പങ്കുവെച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിരവധി പേരാണ് കമന്റ് ബോക്സിൽ ആശംസകളുമായി എത്തിയത്. അമ്മയ്ക്കും സഹോദരനും കുടുംബത്തിനുമൊപ്പമാണ് മഞ്ജുവിന്റെ വിഷു ആഘോഷം. തവിട്ട് നിറത്തിലുള്ള സാരി ധരിച്ച് സിമ്പിൾ ലുക്കിലാണ് മഞ്ജുവിനെ ഫോട്ടോകൾ കാണുന്നത്. അമ്മയും സഹോദരൻ മധു വാര്യരുടെ ഭാര്യയും മകളും വളർത്തുനായും ഒപ്പമുണ്ട്. നിരവധി പേര് മഞ്ജുവിനും കുടുംബത്തിനും വിഷു ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അടുത്ത കാലത്തായി മഞ്ജുവിന്റെ ഭംഗി കൂടിയിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. പൊതുവേദികളിലേക്ക് എത്തുന്ന മഞ്ജുവിന്റെ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇപ്പോൾ എമ്പുരാന്റെ വിജയതിളക്കത്തിലാണ് മഞ്ജു വാര്യർ. ആഘോഷങ്ങളിലൊന്നും മഞ്ജുവിനൊപ്പം മകൾ മീനാക്ഷിയെ കാണാറില്ല. എന്നാൽ ഇക്കാരണത്താൽ നടി ദുഃഖിച്ചിരിക്കുന്നില്ല. സന്തോഷം നിങ്ങളുടെ ചോയ്സ് ആണെന്നാണ് കഴിഞ്ഞ ദിവസം നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഓണവും വിഷുവും പിറന്നാളുമെല്ലാം അച്ഛൻ ദിലീപിനൊപ്പമാണ് മീനാക്ഷി ആഘോഷിക്കാറുള്ളത്. ഒരിക്കൽ മഞ്ജു വാര്യരെ കുറിച്ച് നടൻ മണിയൻ പിള്ള രാജു സംസാരിച്ചിട്ടുണ്ട്. താൻ ഓണക്കോടി നൽകിയപ്പോൾ മഞ്ജു വാര്യർ വിതുമ്പലോട് സംസാരിച്ചു എന്നാണ് മണിയൻ പിള്ള രാജു അന്ന് പറഞ്ഞത്. മഞ്ജു എന്റെ പാവാട എന്ന സിനിമയിൽ അഭിനയിച്ചു. തമിഴ്നാട്ടിലെ ഏതോ ലൊക്കേഷനിൽ നിന്നും രാത്രി വണ്ടി ഓടിച്ചാണ് മഞ്ജു പാവാടയുടെ ലൊക്കേഷനിലേക്ക് എത്തിയത്. ആ സിനിമയിൽ അഭിനയിച്ചതിന് പ്രതിഫലം ഒന്നും വാങ്ങിയില്ല. ആ വർഷം ഓണത്തിന് താൻ ഡ്രസ്സ് എടുത്തു കൊടുത്തപ്പോൾ കണ്ണു നിറഞ്ഞു. തനിക്ക് ആരും ഓണക്കോടി വാങ്ങി തരാറില്ല എന്ന് മഞ്ജു പറഞ്ഞു. അന്ന് തൊട്ട് മുടങ്ങാതെ താൻ ഓണക്കോടി മഞ്ജുവിന് നൽകാറുണ്ടെന്ന് മണിയൻപിള്ള രാജു വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ എമ്പുരാൻ സൂപ്പർ ഹിറ്റായ സന്തോഷത്തിലാണ് മഞ്ജു വാര്യർ. പ്രിയദർശിനി എന്ന കഥാപാത്രം വൻ ജനശ്രദ്ധ നേടിയിരുന്നു. സിനിമയിലെ ഏറ്റവും മികച്ച പ്രകടനം മഞ്ജുവിൻ്റെതാണെന്ന് ആരാധകർ പറയുന്നുണ്ട്. മലയാളത്തിൽ ഏറെ കാലത്തിന് ശേഷം നടിക്ക് ലഭിക്കുന്ന ഹിറ്റ് സിനിമയാണ് എമ്പുരാൻ. തുടരെ ബോക്സ് ഓഫീസ് പരാജയങ്ങളായിരുന്നു അടുത്ത കാലത്ത് മോളിവുഡിൽ മഞ്ജുവിന്. ഈ പരാതി എമ്പുരാന്റെ വിജയത്തോടെ അവസാനിക്കുകയും ചെയ്തു. മലയാളത്തിൽ പരാജയം വന്നെങ്കിലും തമിഴിൽ നടിക്ക് തുടരെ ഹിറ്റ് സിനിമകൾ ലഭിച്ചിരുന്നു. വേട്ടയാനാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ തമിഴ് സിനിമ. രജനികാന്തിനൊപ്പമാണ് ചിത്രത്തിൽ നടി അഭിനയിച്ചത്. ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണിത്. മിസ്റ്റർ എക്സ് ആണ് ഇനി റിലീസ് ചെയ്യാനുള്ള തമിഴ് ചിത്രം. എമ്പുരാന് ശേഷം മലയാളത്തിൽ മഞ്ജുവിന്റെ പുതിയ സിനിമകൾ പ്രഖ്യാപിച്ചിട്ടില്ല. തുടരെ ഫ്ലോപ്പുകൾ വന്നതിനാൽ മലയാളത്തിൽ സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ നടി ശ്രദ്ധാലുവാണ്. മഞ്ജുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. 45-കാരിയായ മഞ്ജുവിന് ഇന്ന് കൈനിറയ സിനിമകളാണ്. ഈ പ്രായത്തിൽ മുൻനിര താരമായി നിലനിൽക്കുന്ന മറ്റൊരു നടിയും തെന്നിന്ത്യൻ സിനിമാ രംഗത്തില്ല. കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്തായിരുന്നു മഞ്ജു വാര്യരുടെ വിവാഹം. വിവാഹത്തോടെ നടി അഭിനയ രംഗം വിട്ടു. ഇതിനുശേഷം വർഷങ്ങൾക്കിപ്പുറമാണ് മഞ്ജു വാര്യർ തിരിച്ചെത്തിയത്.